ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഈവനിങ് ടൈം ആയപ്പോൾ കൊല്ലത്തേക്കൊന്ന് പോയി. ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ കാണും. ആദ്യം ഹോസ്പിറ്റലിലൊന്ന് കയറണം, പിന്നെ ഫ്രഷ് മീൻ വാങ്ങണം, അതിന് വാടിയിലേക്കൊന്ന് പോകണം, പിന്നെ അമ്മുക്കുട്ടിയും കൊണ്ട് ബീച്ചിലൊന്ന് പോകണം, പാർക്കിൽ കയറാൻ പറ്റുമെങ്കിലൊന്ന് കയറണം. അങ്ങനെ കരുതി പോയതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ വാടിയിലേക്ക് പോവുക. അവിടെ ഇങ്ങനെ അമ്മുക്കുട്ടി ഇങ്ങനെ ഷിപ്പൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഫ്രഷ് ഐസൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മീനൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ചേച്ചിമാരൊക്കെ ഇട്ട് വിറ്റുകൊണ്ടിരിക്കുക. എല്ലാവരും വിളിക്കുന്നുണ്ട് മീൻ വാങ്ങാൻ വേണ്ടി. എങ്കിലും ഞങ്ങൾ ഹാർബറിലേക്കൊന്ന് അകത്തേക്കൊന്ന് കയറി നോക്കാമെന്ന് കരുതി അകത്തേക്ക് പോയി. അവിടെ നിന്നൊരു ചേട്ടനോട് ചോദിച്ചു, മീൻ ഇവിടെ ഇതിനകത്ത് മീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ 2-3 ബോട്ട് വരും, പെട്ടെന്ന് അവിടെ പോയി നിന്നോ, ലേലം വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. ഇപ്പം നെയ്മീൻ്റെ സമയമായിരുന്നു. ഞാൻ ചൂരയാണ് എനിക്ക് വേണ്ടത്. ദേവമോള് 28-ന് ലണ്ടനിലേക്ക് പോവുക. അവൾ കുറച്ച് അച്ചാറെല്ലാം വേണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് മീൻ ചൂര തന്നെ വേണമായിരുന്നു. അവിടെ പോയപ്പോൾ ഇപ്പോൾ നെയ്മീൻ്റെ സീസണാണെന്ന് പറഞ്ഞു. കൂടുതലും വന്ന നെയ്മീനാണ്. ഓരോ കൊട്ട മീൻ ഇങ്ങനെ വരിക, ലേലത്തിൽ ഓരോരുത്തർ വിളിക്കുക. ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് ലേലം വിളിക്കുന്നത്, ലേലത്തിൽ എങ്ങനെയാണെന്നുള്ളത്. കാരണം നെയ്മീനാണല്ലോ കൂടുതലും 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 4000 5000 ഒക്കെ ആകുമ്പോൾ എല്ലാവരും വാങ്ങും. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീൻ ആദ്യം ചെറിയ മീനൊക്കെ, ചുമന്ന മീനും അയില അങ്ങനെയുള്ളതൊക്കെ വാങ്ങി. പിന്നെ രണ്ടാമത് പിന്നെ അവിടെ നിന്ന് തന്നെ ചൂരയും വാങ്ങി ലേലത്തിൽ വിളിച്ചു. പിന്നെ പുറത്തുനിന്ന് ചേച്ചിമാരിൽ നിന്ന് 1-2 ചൂരയും ബാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയ മീനും കൊഞ്ചും എല്ലാം കൂടെയൊക്കെ വാങ്ങി, ചുമന്ന മീനും എല്ലാം വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ പോയി. എന്തെല്ലാം നല്ല മീനായിരുന്നു, ലാഭത്തിന് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ചിലേക്ക് പോയി. അമ്മുക്കുട്ടിക്ക് മണ്ണിലൊക്കെ ഒന്ന് കളിക്കണം, അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബീച്ചിൽ കുറേ നേരം പോയി നിന്നു. അവളവിടെ നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആദ്യം ഞങ്ങൾ ചായയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ്, ഇവിടെ ഒരു ഫാമിലി ഇട്ട് ഇങ്ങനെ ഒരു കട പോലെ ഇങ്ങനെ ഇട്ട് വിൽക്കുക, അവിടെ നിന്ന് ഞങ്ങളതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഇവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ല ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർക്ക് നല്ല സ്യൂട്ട് കേസൊക്കെ മറ്റും ഉണ്ട്. ആദ്യം ഹസ്ബൻഡ് ഇങ്ങനെ 10 രൂപ നാണയം ഇതിലേക്ക് ഇടണം. 3 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ കറക്റ്റ് വീഴണം. എല്ലാ തയ്യാറെടുപ്പും കൂടി ഇങ്ങനെ 10 രൂപ നാണയം ഇടാൻ പോവുക. ഇട്ടത് പക്ഷെ പാളിപ്പോയി, ഇട്ടത് സൈഡിലേക്കായിപ്പോയി. പിന്നെ രണ്ടാമത് ചിരിച്ചുകൊണ്ട് ചമ്മി വന്നു. പിന്നെ രണ്ടാമത് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഞാനും വളരെ ശ്രദ്ധയോടെ ഇത് ചെയ്ത് നോക്കി. പക്ഷെ അത് ചരിഞ്ഞ് ഏറ്റവും താഴെ അങ്ങേയറ്റം പോയി. പിന്നെ മൂന്നാമത് എൻ്റെ മോൻ്റെ ഊഴമായിരുന്നു. അവനും ട്രൈ ചെയ്ത് നോക്കി, അവനും ഫെയിലായിപ്പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അമ്മുക്കുട്ടിക്ക് കളിച്ച് മടുത്തില്ല. വീണ്ടും അവൾ കുറേ കളിപ്പാട്ടം കൂടെ വാങ്ങി മണ്ണിലിരുന്ന് കുറേ നേരം കളിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അമ്മുക്കുട്ടി എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതി. പിന്നെ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ പാർക്കുണ്ടായിരുന്നു. പക്ഷേ ടൈം കിട്ടിയില്ല, മീൻ കേടായിപ്പോയല്ലോ. വീട്ടിൽ വന്ന് മീനൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ലായിരുന്നു.